ഹായ് എവരിവൺ. ഇൻ്റർനെറ്റിൽ ഇന്ന് വളരെയധികം തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാറ്റ് ബോട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡീപ്സീക്ക്. നമുക്കറിയാം 2022 ചാറ്റ് GPT ലോഞ്ച് ചെയ്യുന്നത്. ഓപ്പൺ AI എന്ന കമ്പനി ബിൽഡ് ചെയ്ത ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT. യൂസർ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ബേസിക്കലി അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കൃത്യമായുള്ള റെസ്പോൺസ് തരുന്ന ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT. ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് ജനറേറ്റ് ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കും. എസ്സേ റൈറ്റിംഗ്, കോഡ് ക്രിയേഷൻ, സോൾവിംഗ് മാത്സ്, അങ്ങനെ പലതരത്തിലുള്ള ടാസ്കുകൾ ഇവയ്ക്ക് ചെയ്യുവാൻ സാധിക്കും. ചാറ്റ് GPT ലോഞ്ച് ചെയ്ത് 2 മാസത്തിനുള്ളിൽ തന്നെ 100 മില്യൺ യൂസേഴ്സാണ് ഈ ചാറ്റ് ബോട്ട് യൂസ് ചെയ്തത്. അതൊരു സർവ്വകാല റെക്കോർഡായിരുന്നു. മറ്റൊരു ആപ്ലിക്കേഷനും ഇത്രയും അധികം പോപ്പുലാരിറ്റി നേടിയിട്ടില്ല. ചാറ്റ് GPTയുടെ വരവോടുകൂടി AI ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. പല ടെക് കമ്പനികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി. ഗൂഗിൾ, ഫേസ്ബുക്ക് തുടങ്ങിയ കമ്പനികൾ അവരുടെ AI ചാറ്റ് ബോട്ടുകൾ ബിൽഡ് ചെയ്തു. ഇമേജ് ബിൽഡ് ചെയ്യുന്നതിനും വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുമുള്ള പലതരം AI ആപ്ലിക്കേഷൻസ് പോപ്പുലാരിറ്റി നേടി. ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ ചാറ്റ് GPTയുടെ വരവോടുകൂടി AI ഇൻഡസ്ട്രിയിൽ വന്നു തുടങ്ങി. അതിനുശേഷം ചാറ്റ് GPT ഒരുപാട് പുതിയ വേർഷൻസ് കൊണ്ടുവന്നു. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും കോഡ് ജനറേറ്റ് ചെയ്യുന്നതിനും എസ്സേസ് റൈറ്റ് ചെയ്യുന്നതിനും നമ്മൾ ഇത് യൂസ് ചെയ്തു തുടങ്ങി. ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്തു. അതേസമയം തന്നെ മറ്റു പല ചാറ്റ് ബോട്ട്സും ഇൻഡസ്ട്രിയിൽ വന്നു തുടങ്ങി. പെർപ്ലെക്സിറ്റി, ജെമിനൈ, ഫേസ്ബുക്കിൻ്റെ ലാമ, അങ്ങനെ പല AI ചാറ്റ് ബോട്ട്സും ചാറ്റ് GPTക്ക് കോമ്പറ്റീറ്ററായി എത്തി. എന്നാൽ ചാറ്റ് GPT തന്നെയായിരുന്നു ഇവയിൽ മുന്നിൽ നിന്നിരുന്നത്. എന്നാൽ 2025 ജാനുവരി 20 ചൈനയിലെ ഒരു സ്റ്റാർട്ടപ്പായ ഡീപ്സീക്ക് R1 എന്ന മോഡൽ ലോഞ്ച് ചെയ്തു. ഇത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വലിയൊരു കോളിളക്കമാണ് സൃഷ്ടിച്ചത്. റീസണിംഗ്, മാത്തമാറ്റിക്സ്, കോഡിംഗ്, പ്രോബ്ലം സോൾവിംഗ് എന്നിവയിൽ ചാറ്റ് GPTയുടെ ലേറ്റസ്റ്റ് മോഡലിനേക്കാളും പെർഫോമൻസ് തരുന്ന ഒരു മോഡലാണ് ഡീപ്സീക്ക് R1. അതുമാത്രമല്ല, ഇതൊരു ഓപ്പൺ സോഴ്സ് മോഡൽ കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൻ്റെ ട്രെയിനിങ് കോസ്റ്റ് ആണ്. ചാറ്റ് GPTയുടെ ട്രെയിനിങ് കോസ്റ്റിൻ്റെ വെറും 5% മാത്രമേ ഡീപ്സീക്കിന് അവരുടെ മോഡൽ ട്രെയിൻ ചെയ്യിക്കാൻ ആയിട്ടുള്ളൂ. അതായത് ചാറ്റ് GPT 100 മില്യൺ മുടക്കിയെടുത്ത് ഡീപ്സീക്ക് വെറും 5.5 മില്യൺ കൊണ്ട് ട്രെയിനിങ് പൂർത്തിയാക്കി. വലിയ ടെക് കമ്പനീസ് എൻവിഡിയയിൽ നിന്നും ഹെവി GPUs യൂസ് ചെയ്ത് ഒരുപാട് ക്യാഷ് മുടക്കി AI മോഡൽസ് ബിൽഡ് ചെയ്യുന്ന ഈ ഒരു സമയത്താണ് ഡീപ്സീക്ക് മിനിമൽ ഹാർഡ്വെയർ യൂസ് ചെയ്ത് മിനിമം കോസ്റ്റിൽ ഒരു എഫിഷ്യൻറ്റ് മോഡൽ ബിൽഡ് ചെയ്തത്. ഹ്യൂജ് ഹാർഡ്വെയറും ക്യാഷുമുള്ള ബിഗ് ടെക് കമ്പനീസിന് മാത്രമല്ല, സ്മാർട്ടായി ഐഡിയാസ് യൂസ് ചെയ്യുന്നവർക്കും AI ബിൽഡ് ചെയ്യാം എന്നാണ് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഇതിലെല്ലാത്തിലും ഉപരി ഈ മോഡൽസ് അവർ ഓപ്പൺ സോഴ്സ് ആക്കി. അതായത് ഈ മോഡൽ ആർക്കും ഫ്രീ ആയി യൂസ് ചെയ്യാം. ഈ മോഡൽ യൂസ് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാം, അതിൽ നിന്നും ക്യാഷ് ഉണ്ടാക്കാം. മോഡൽസിൽ നമുക്ക് ഇഷ്ടമുള്ള ചേഞ്ചസ് വരുത്താം. സോ ഇതൊക്കെ കൊണ്ടാണ് ഡീപ്സീക്ക് ചാറ്റ് GPT പോലുള്ള വലിയ കമ്പനികൾക്ക് ഭീഷണിയാവുന്നത്. ഇനി ചാറ്റ് GPTയും ഡീപ്സീക്കും തമ്മിലുള്ള ഒരു ടെക്നിക്കൽ കമ്പാരിസൺ നോക്കാം. പർപ്പസിൻ്റെ കേസിൽ ചാറ്റ് GPT ഒരു ജനറൽ പർപ്പസ് കോൺവെർസേഷണൽ AI ആണ്. എന്നാൽ ഡീപ്സീക്ക് ടെക്നിക്കൽ ടാസ്കിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. മീനിങ് കോഡിംഗ് പോലുള്ള ടാസ്കുകളിൽ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആണ്. കോസ്റ്റിൻ്റെ കേസിൽ ചാറ്റ് GPT ഫ്രീ വെർഷനും പെയ്ഡ് വെർഷനുമുണ്ട്. പെയ്ഡ് വെർഷനിൽ മന്ത്ലി $20 ആണ്. ബട്ട് ഡീപ്സീക്ക് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. ട്രെയിനിങ് കോസ്റ്റിൽ ചാറ്റ് GPTക്ക് 100 മില്യൺ ആയപ്പോൾ ഡീപ്സീക്കിന് അപ്രോക്സിമേറ്റ്ലി 6 മില്യൺ ആണ് ആയിട്ടുള്ളത്. യൂസർ ഇൻ്റർഫേസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ചാറ്റ് GPT കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഡീപ്സീക്ക് അത്രത്തോളം ഒരു യൂസർ ഫ്രണ്ട്ലി അല്ല. ഇനി ട്രെയിനിങ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ ചാറ്റ് GPT യൂസ് ചെയ്തിരിക്കുന്നത് സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിംഗ് ആണ്. അതായത് ലേബൽഡ് ഡേറ്റാ സെറ്റ് യൂസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസിനെ ഒരു ടീച്ചർ ടീച്ച് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു പ്രോസസ്സ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് ഏതൊക്കെ ആൻസർ എഴുതണമെന്നും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇവയുടെ എക്സാമ്പിൾസിലൂടെ സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു പ്രോസസ്സ്. സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിംഗ് ആണ് ചാറ്റ് GPTയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഡീപ്സീക്കിൻ്റെ ട്രെയിനിങ് മെത്തേഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ്. ഇവിടെ ലേബൽഡ് ഡേറ്റാ സെറ്റ് ഉണ്ടായിരിക്കുകയില്ല, പകരം മോഡൽ എക്സ്പീരിയൻസിലൂടെ സ്വയം ലേൺ ചെയ്തെടുക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ എക്സാമ്പിളിൽ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കുകയില്ല, പകരം ടെക്സ്റ്റ് ബുക്കുകളിലൂടെ സ്വയം പഠിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ ഡീപ്സീക്ക് യൂസ് ചെയ്തിരിക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് വിത്ത് ഗ്രൂപ്പ് റിലേറ്റീവ് പോളിസി ഒപ്റ്റിമൈസേഷൻ ആണ്. അതായത് നിങ്ങളൊരു AI മോഡലിനെ ഗെയിം കളിക്കുവാൻ ട്രെയിനിങ് ചെയ്യിക്കുന്നു എന്ന് കരുതുക. ഇവിടെ GIPO ചെയ്യുന്നത് നെക്സ്റ്റ് മൂവ്
എന്താണ് എന്ന് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നെക്സ്റ്റ് വരുന്ന മൾട്ടിപ്പിൾ മൂവ്സിലൂടെ മാക്സിമം പെർഫോമൻസ് എങ്ങനെ നേടിയെടുക്കാം എന്നാണ് AI-യെ ലേൺ ചെയ്യിക്കുന്നത്. ഇതിലൂടെ അവയുടെ ലേണിംഗ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നു. സോ ഇതൊക്കെയാണ് ChatGPTയും DeepSeekഉം തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഇനി DeepSeek R1 എന്ന മോഡൽ നമ്മുടെ ലോക്കൽ മെഷീനിൽ എങ്ങനെ റൺ ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ ഇതൊരു ഓപ്പൺ സോഴ്സ് മോഡലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ റൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഒലാമ എന്ന വെബ്സൈറ്റിൽ പോയി അവരുടെ ഒലാമ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഒലാമ എന്നത് ഡിഫറെൻറ്റ് AI മോഡൽസ് ലോക്കൽ മെഷീനിൽ റൺ ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓൺസ് ഒലാമ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് AI മോഡൽ ഇൻസ്റ്റാളേഷനാണ്. നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് DeepSeek R1 മോഡലാണ്. ഒലാമയുടെ ലൈബ്രറിയിൽ DeepSeek R1 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഉള്ള ഡിഫറെൻറ്റ് മോഡൽസ് കാണാം. 7 ബില്യൺ, 8 ബില്യൺ, 14 ബില്യൺ ഇങ്ങനെ ഡിഫറെൻറ്റ് വേർഷൻസ് കാണാം. ഇവിടെ പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മോഡലിൻ്റെ പെർഫോമൻസും വേരി ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവയുടെ ഫയൽ സൈസും കൂടുതലായിരിക്കും. ഇവിടെ 404 GB ഉള്ള 671 ബില്യൺ പാരാമീറ്റേഴ്സ് ഉള്ള ഒരു മോഡൽ കാണാം. ഈ ഒരു മോഡലാണ് കറൻ്റ്ലി DeepSeek യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോഡൽ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം തന്നെ ഹാർഡ്വെയറും ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് വേണ്ടി വരും. സോ കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് 1.5 ബില്യൺ പാരാമീറ്റേഴ്സ് ഉള്ള മോഡലാണ്. ഇനി ഈ ഒരു മോഡൽ ഒലാമ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഒലാമ പുൾ DeepSeek R1 1.5B എന്ന് കമാൻഡ് റൺ ചെയ്യുക. ഈ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ ഈ ഒരു മോഡൽ ഒലാമ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻസ്റ്റാൾ ആകും. ഇതിനുശേഷം ഒലാമ ലിസ്റ്റ് എന്ന കമാൻഡ് റൺ ചെയ്താൽ ഇൻസ്റ്റാൾ ആയ എല്ലാ മോഡൽസും അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഈ ഒരു മോഡലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒലാമ റൺ DeepSeek R1 1.5B എന്ന കമാൻഡ് റൺ ചെയ്യണം. ഈ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ ഈ ഒരു മോഡൽ റണ്ണിങ് സ്റ്റേറ്റിലായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു മോഡലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അവയ്ക്കെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബെറ്റർ ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ കുറച്ച് സയൻറ്റിഫിക് റിലേറ്റഡ് ഡെഫിനിഷൻസ് ചോദിച്ചു. അതിനും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കിട്ടിയത്. ഫോർ എക്സാമ്പിൾ ഫിസിക്സിൽ കൈനറ്റിക് എനർജി എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. ആ ഒരു ക്വസ്റ്റിന് ഫോർമുല ഉൾപ്പെടെ അവ ഓരോന്നും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കിട്ടിയത്. ഇതുപോലെ ഡിഫറെൻറ്റ് ടേംസ് ഞാൻ ട്രൈ ചെയ്തു. അവയ്ക്കെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിയത്. ഇത് കൂടാതെ 1-2 റീസണിങ് ക്വസ്റ്റ്യൻസും ഞാൻ ട്രൈ ചെയ്തു. ഇവയ്ക്കെല്ലാം വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ലഭിക്കുന്നത്. ദെൻ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്തു. അവയ്ക്കും വളരെ പ്രോപ്പർ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ലഭിക്കുന്നത്. ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. സോ ഒരു ഓവറോൾ റിവ്യൂ പറയുകയാണെങ്കിൽ റീസണിങ്, കണ്ടന്റ് ക്രിയേഷൻ, ജനറൽ നോളജ് എന്നിവയിൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ ഇവയുടെ റെസ്പോൺസ് ടൈമും വളരെ കുറവാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് റെസ്പോൺസ് കിട്ടുന്നത്. ഫേസ്ബുക്കിൻ്റെ തന്നെ ലാമ 3.2 മോഡൽ ഞാൻ ലോക്കൽ മെഷീനിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റാണ് ഇവയുടെ റെസ്പോൺസ്. സോ ബേസിക് കോൺഫിഗറേഷൻ യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഇത്. ഈ ഒരു മോഡൽ യൂസ് ചെയ്ത് എങ്ങനെ ഒരു ചാറ്റ് ബോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു ബേസ് മോഡലിൽ തന്നെ DeepSeek കോഡർ എന്നൊരു മോഡൽ കൂടിയുണ്ട്. ഈ ഒരു മോഡൽ ബേസിക്കലി യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആൻസേഴ്സ് തരുന്നതിനാണ്. ഫോർ എക്സാമ്പിൾ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്, കോഡിംഗ്, ഡീബഗിംഗ് ഇവയിൽ ഹെൽപ്പ് ചെയ്യുന്നതിന് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാം. ഇത്തരം ടാസ്കുകൾക്ക് DeepSeek കോഡർ വളരെ ഹെൽപ്ഫുൾ ആണ്. മോഡൽസ് ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ തേർഡ് പാർട്ടി സെർവറിലേക്ക് ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും. അതുപോലെ മോഡൽസ് ഓഫ്ലൈനായിട്ടും യൂസ് ചെയ്യാം. ഈ ഒരു മോഡൽ യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് LLM ആപ്ലിക്കേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യുവാൻ സാധിക്കും. ഈ ഒരു മോഡൽ യൂസ് ചെയ്ത് റാഗ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെയും ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്നതിൻ്റെയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് മോഡൽസിൻ്റെ മേഖലയിൽ DeepSeek R1 ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്.
കോസ്റ്റ് എഫക്റ്റീവും ലൈറ്റ് വെയ്റ്റുമായ ഇത്തരം ഹൈ ലെവൽ ഇൻ്റലിജൻസ് ഉള്ള ഇത്തരം മോഡൽസ് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇത്തരത്തിലുള്ള പുതിയ മോഡലുകൾ ഇനിയും ഇൻഡസ്ട്രിയിൽ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.